പ്രിയ ദൈവജനമേ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇവിടെ സ്നാപയോഹന്നാൻ യേശുവിനെ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതൊരു മഹത്തായ നിമിഷമാണ്. യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയായെന്നും ഇനി പ്രകാശിക്കേണ്ടത് ക്രിസ്തുവാണെന്നും തിരിച്ചറിഞ്ഞ യോഹന്നാൻ അതീവ വിനയത്തോടെ അവിടുത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പഴയ നിയമത്തിലെ ബലിമൃഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കുഞ്ഞാട് എന്ന പ്രയോഗത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരമായി സ്വയം ബലിയാകാൻ വന്നവനാണ് യേശുവെന്ന് യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തുന്നു. തനിക്ക് മുൻപേ ഇരുന്നവൻ എന്ന് യേശുവിനെ വിളിക്കുന്നതിലൂടെ അവിടുത്തെ ദൈവത്വത്തെയും നിത്യതയെയും കുറിച്ചുള്ള ഉറച്ച ബോധ്യം യോഹന്നാൻ പ്രകടിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ട സ്നാപകൻ അവിടുന്നാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകുന്നവനെന്ന് സാക്ഷ്യപ്പെടുത്തി. ഈ പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കാൻ ഈ ദൈവകുഞ്ഞാടിന് മാത്രമേ സാധിക്കൂ എന്ന് നാം തിരിച്ചറിയണം. സ്നാപകനെ പോലെ നമ്മളും യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന അടയാളങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. വിനയത്തോടെ ദൈവഹിതത്തിന് കീഴടങ്ങാനും ക്രിസ്തുവിനായി വഴി മാറിക്കൊടുക്കാനും യോഹന്നാൻ സ്നാപകൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിതം യേശുവിനെക്കുറിച്ചുള്ള കേവലമായ അറിവല്ല, മറിച്ച് അവിടുത്തെ ദൈവപുത്രനായി സ്വീകരിക്കുന്ന ആഴത്തിലുള്ള ബന്ധമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം ഏറ്റുചൊല്ലുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് ജീവിക്കുന്നവർ അവിടുത്തെ മക്കളാണെന്ന് ഇന്നത്തെ 1-ാം വായനയിൽ നാം ഓർമ്മിക്കുന്നു. പാപത്തെ വെടിഞ്ഞ് നീതിയോടെ ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുന്നത്. ലോകം നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന നിത്യമായ സമാധാനത്തിലേക്ക് നാം കണ്ണുയർത്തണം. നമ്മുടെ വിളി മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക എന്നതാണെന്ന് നാം മറക്കരുത്. സ്നാപയോഹന്നാൻ സ്വയം പിൻവാങ്ങിക്കൊണ്ട് യേശുവിനെ ഉയർത്തിക്കാട്ടിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് 1-ാം സ്ഥാനം നൽകണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ വചന പ്രഘോഷണം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗമിക്കാം. കർത്താവായ യേശു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.